ഈ മാസം 15-ാം തീയതിയാണ് മലയൻകീഴ് സ്വദേശിനി കൃഷ്ണ തങ്കപ്പനെ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. വയറുവേദന മാത്രമായിരുന്നു ബുദ്ധിമുട്ട്. അന്നേ ദിവസം തന്നെ മരുന്ന് വാങ്ങാനായി ഭർത്താവ് ശരത് പുറത്തുപോയ സമയത്ത് ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നു. ഇത് തൊട്ടടുത്ത ബെഡിലുള്ളവർ കണ്ടിരുന്നു. ഇഞ്ചക്ഷന് ശേഷം യുവതിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് അബോധാവസ്ഥയിലാവുകയുമായിരുന്നു. വേറൊരു അസുഖമില്ലാതെ കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് മാത്രം പോയ ഒരാൾക്ക് ഡോക്ടറോ നേഴ്സോ അവരാരെയും എല്ലാം ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും വരുമോ? കൂട്ടിരിക്കാനുള്ള ഒരാൾ പോലും ഇല്ല. ഞാൻ പുറത്തു പോയ സമയത്ത് സംഭവിച്ച ഇതല്ല. ബന്ധുക്കളുടെ പരാതിയിൽ ചികിത്സിച്ച ഡോക്ടർ ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുത്തിവെച്ചത് കണ്ടയാള് പറഞ്ഞതിന് ശേഷം വിളിച്ച് ചോദിച്ചപ്പോഴും ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ എന്തൊക്കെ കുത്തിവെച്ചെന്നുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പം കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ഒന്നും ചെയ്തതായിട്ട് ആദ്യമൊന്നും ആ ഡോക്ടർ സമ്മതിച്ചിട്ടുമില്ല. ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് സ്ഥലം MLA. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിദഗ്ധ കമ്മിറ്റിക്ക് രൂപ നൽകിയിട്ടുണ്ട്. വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ ഉപരോധവുമായി രംഗത്ത്. സബ് കളക്ടർ എത്തിയ ശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.